ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. കുറേ നാളായി ഈ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തിടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു മിനി വ്ളോഗാണ്. കുറച്ച് മൂമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്ത് ഞാൻ കമ്പയർ ചെയ്തൊരു മിനി വ്ളോഗ് ആക്കിയിരിക്കുന്നതാണ്. ഞാൻ കുറച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതാണ് എറണാകുളത്ത് വെച്ച്. അപ്പോൾ അതിനുവേണ്ടി ഞാനും അമ്മയും കൂടി കാസർഗോഡ് നിന്ന് വന്ദേ ഭാരത് 2:30 വന്ദേ ഭാരതം ബോർഡ് ചെയ്തു. ഇത് 8 മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തും. കാസർഗോഡ് നിന്ന് കയറിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇനീഷ്യലി ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ പത്രവും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ടീയും സ്നാക്സായിട്ട് ബിസ്ക്കറ്റും കൊണ്ടുവന്നിരുന്നു. ഇടയ്ക്കെന്ന് വെച്ച് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പുറത്തത്തെ വ്യൂ പറയുമ്പോൾ അത്രയ്ക്ക് നല്ല വ്യൂ ആയിരുന്നു, മഴയും എല്ലാം ആയിട്ട് കാണാൻ വേണ്ടി. പിന്നെ വെയിൽ വന്നു അതൊക്കെ. കോഴിക്കോട് എത്താറായപ്പോൾ കോഴിക്കോട് എൻ്റെ ഒരു ഫ്രണ്ട് കയറിയിരുന്നു. ആള് അൺഎക്സ്പെക്റ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്തതേ അല്ലായിരുന്നു, അത്രയ്ക്കും സർപ്രൈസിങ് ആയിരുന്നു. ആളെ ഞാൻ ഫസ്റ്റായിട്ടാണ് കാണുന്നത് നേരിട്ട്. അങ്ങനെ നമ്മൾ കുറേ ഇരുന്ന് സംസാരിച്ച്. സീറ്റ് ആളത് വേറൊരു കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി ഒരു 2 സീറ്റ് വരുന്നൊരു സ്പേസിൽ വന്നിരുന്ന് കുറേ സംസാരിച്ച് കുറേ കഥകളെല്ലാം പറഞ്ഞ് അങ്ങനെ ടൈം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി പ്ലാൻ ചെയ്ത് ഫ്രണ്ടിൻ്റെ ഫിയോൻസിനെ വിളിച്ച് സർപ്രൈസ് കൊടുക്കുക. കാരണം ഇങ്ങനൊരു മീറ്റപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു ഹിൻറ്റും നമ്മൾ കൊടുത്തിരുന്നില്ല. ഇങ്ങനെ കാണുന്നു, കാരണം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലാനായിരുന്നു. എൻ്റെ ഫ്രണ്ടാണെങ്കിലും കൊല്ലത്തേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ ആൾ ലാസ്റ്റ് മിനിറ്റാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇങ്ങനെ കാണാൻ എന്നുള്ളൊരു ചാൻസ് വളരെയധികം നമ്മളിങ്ങനെ സംസാരിച്ച് ആൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ എന്നോട് ഇങ്ങനെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനും അതേ ട്രെയിനിനാണ് പോകുന്നത് എറണാകുളത്ത്. അങ്ങനെയാണ് ഈ മീറ്റപ്പ് ഉണ്ടായത്. നമ്മൾ എറണാകുളത്ത് ഇറങ്ങി പിന്നെ ലൂലുവിലേക്ക് ആദ്യം പോയത്. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം വാങ്ങി നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്തു. വളരെയധികം ലേറ്റായിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത്. നെക്സ്റ്റ് രാവിലെ ത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ ലൂലിൽ നിന്ന് ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായി ഞാൻ പോകാൻ വേണ്ടി. കാരണം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, അമ്മ വരുന്നില്ല എൻ്റെ കൂടെ. അങ്ങനെ ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് ഔട്ട്ഫിറ്റ് ചെക്കെല്ലാം നടത്തി പിന്നെ ഊബർ വിളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുള്ള സ്ഥലത്തേക്ക്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നേരത്തെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രജിസ്ട്രേഷൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലിരുന്ന് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഷാർപ്പ് ഒരു 10 o'clock ആയപ്പോൾ ക്ലാസ് തുടങ്ങിയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഈവനിങ്ങിൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അതിലൊരു ചേച്ചി എനിക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തു. അങ്ങനെ ഞാൻ ലുലു മാളിലേക്ക് വിട്ടു. ലുലു മാളിൽ ഓൾറെഡി അമ്മ ഷോപ്പിങ്ങും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സും അങ്ങനെയെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങി നേരെ മെട്രോ കയറി. ഹോട്ടലിൻ്റെ അടുത്താണ് മെട്രോ ഉള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങി അടുത്ത ദിവസത്തെ, അതായത് ലാസ്റ്റത്തെ ദിവസത്തെ ക്ലാസ് ആയിരുന്നു ഈ കാണുന്നത്. ക്ലാസ് പറയുമ്പോൾ പോസ്റ്റ് നേറ്റൽ കെയർ റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ 2 days കോഴ്സ് ആയിരുന്നു ഇത്. അത് ലാസ്റ്റ് ദിവസം ക്ലാസ്സും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്ന് നമ്മൾ നേരെ വന്ദേ ഭാരതിൽ കയറി. എറണാകുളത്ത് നിന്ന് 6:30 വന്ദേ ഭാരത്. അപ്പോൾ അതിന് കയറി നേരെ വീട്ടിലേക്ക് വിട്ടു. ഇതൊരു മിനി വ്ളോഗാണ്. കുറേ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയിരുന്നു. എന്തായാലും അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വരുന്നവരെ ബൈ. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.